ഇന്നലെ വളരെ രസകരമായ കളികളായിരുന്നു നമ്മൾ പ്ലാൻ ചെയ്തത്. ഇന്നലെ സാധാ ഒരു ഷട്ടിൽ ബാറ്റ് കളിയിലൂടെ നമ്മൾ തള്ളി നീക്കി. എന്നാൽ ഇന്നത്തെ ചലഞ്ചിൽ പലരും എലിമിനേറ്റ് ആകും. ഇതെല്ലാം കഴിഞ്ഞ് ഒരാൾ മാത്രം വിജയിക്കും. അപ്പോൾ നമുക്ക് തുടങ്ങാം. പാർട്ട് 2 ആൻഡ് ദി ഫൈനൽ പാർട്ട്. ഇന്ന് ഡേ 2. അപ്പോൾ ഇന്നാണ് നമ്മുടെ ബാക്കി ചലഞ്ചസ് ഒക്കെ നടക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്നലത്തെ വീഡിയോ കാണാത്തവരൊക്കെ ഇപ്പോൾ തന്നെ പോയി കാണാം. ഇവിടെ ഈ ഐക്കാർഡിൽ വീഡിയോയുടെ ലിങ്ക് ഉണ്ടാവും. അപ്പോൾ ഹലോ വാട്സ്ആപ്പ് ഗായ്സ്, യു ആർ വാച്ചിങ് ഉണ്ണീസ് ട്യൂബ്. ഞാൻ ഫോണിൽ ടൈമർ വയ്ക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് മത്സരിക്കാൻ പോണത് കുഞ്ഞുമോളാണ്. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കാം. റെഡി അല്ലേ? അപ്പോൾ ഒരാൾക്ക് 6 വയസ്സാണ്. കൈ കാണിക്കുക. കയ്യിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ട് മാറ്റാനോ പറ്റും. ഇങ്ങനെ അടുപ്പിച്ചുടി. അങ്ങോട്ടും ഇങ്ങോട്ട് മാറ്റാനോ പറ്റില്ല. 3, 2, 1 ചേട്ടായിട്ടുണ്ട്. എന്തേലും പാട്ട് പാടേ. പാട്ട് പറഞ്ഞു എന്തേലും പാടിക്കോ. ചാളം വേണ്ട പറ്റില്ല. ഇങ്ങനകത്ത് കിട്ടോ. ഒരു മിനിറ്റ് വെള്ളിലേക്ക് ഇട്ടോ. ചേർത്ത് എഴുതിക്കാൻ പറ്റില്ല. ചേർത്ത് എഴുതിക്കാൻ പറ്റില്ല. കരിയോ? ഒരു മിനിറ്റ് 44, 45. അങ്ങനെയാണ്. കൈ മാറ്റാനൊന്നും പറ്റില്ല. പറ്റില്ലെങ്കിൽ ഇതിനകത്തിട്ടോ തോക്കുന്നുള്ളൂ. കയ്യിലേക്ക് വിട്ടുന്ന പതിനൊന്ന് മിനിറ്റ് ആകുമ്പോൾ നിർത്തും. എന്നിട്ട് എല്ലാവരും 11 മിനിറ്റ് ആണെങ്കിൽ വേറെ ടാസ്ക് വെക്കും കേട്ടോ. അല്ല 10:30 നിർത്ത്. അടുത്തായിട്ട് വരാൻ പോകുന്നത് ആദ്യമാണ്. കമോൺ, പണി ഏറ്റുവാങ്ങാൻ കൊടുക്കാൻ പോവാണ് ഐസ്. 3, 2, 1 ഓ പാട്ട് പാടണം. പാട്ട് പാടണം. ടൈമർ സ്റ്റാർട്ടായിട്ടുണ്ട്. ഒരു കഥ പറയാ, കഥ പറയാ. എത്ര അറിയോളൂ? പാട് തുറക്കണ്ട. പാട്ട് കിട്ടല. ഇത് കയ്യിലിരിക്കണേ. ഇത് തണുക്കല്ലേ? അയ്യേ, അപ്പൊ ചരിഞ്ഞ് മാറ്റേണ്ടി കുഞ്ഞുമോളുടെ കൈ എന്റെ മേത്ത് തൊട്ടത്. എനിക്ക് വിറക്കണ കൈ. ഓമന പൂമുഖം വിറക്കണു. വാടാതെ പുന്നാടെ മാവഴമാകെ മാവത്തെ കാലത്തും ഞാനൊന്നും ഒട്ടിനാടൊന്നും കണ്ടേ. കല്ലില്ലാതെ നെട്ടോട്ടാ മോടിടുമ്പോ നടുവും തളർത്തി നേരോട്ട വണ്ടേ. കയ്യൊക്കെ കണ്ടോ? ഇനി അടുത്തത് ഞാനാണ് ഇത് അനുഭവിക്കാൻ പോണേ. നമസ്കാരം. ഇപ്പൊ ഞാനാണ് ഇനി അടുത്തായിട്ട് ഇത് വാങ്ങാൻ പോകുന്നത്. ടൈമർ അപ്പൊ തന്നെ അങ്ങനെ കഴിക്കുന്നത്. പക്ഷെ എനിക്ക് മാത്രം കണ്ടോ ഇതൊക്കെ ഈ വലിയ പീസുകൾ. കാണിച്ചെടുത്ത് വലിയ പീസുകളൊക്കെ ഉണ്ട്.
അപ്പൊ കയ്യിലേക്ക് ഇടാൻ പോണു. ഇടുമ്പോ തന്നെ തുടങ്ങണേ. ചെറുത് കളയണോ വലുത്? ഇത് 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 പാട്ട് പറഞ്ഞാലേ ഇവിടെ അങ്ങുവാനക്കോണിര് മിന്നി നിന്നോരമ്പിരി ഒരു മിനിറ്റ് പോലും പറ്റില്ല. കണ്ടോ ഗൈസ്, അപ്പൊ 1 മിനിറ്റ് പോലും വന്നില്ല. ഇവർക്ക് കുറച്ച് തൊലിക്കട്ടുണ്ട്. ഞാനതുപോലെ ഇരിക്കണേ കാരണം എനിക്ക് എല്ലാണ്. അപ്പൊ ഇവിടെ കേറി പിടിച്ചു. ഇനി അടുത്തത് ഞാൻ കണ്ണുണ്ടാക്കണ നല്ലതാ. ഇത് കഴിയുമ്പോ കഴിയാണ്ട് കാണലില്ലായിരിക്കും. സത്യം പറയാ എനിക്ക് പച്ചളായിരുന്നു. 1 മിനിറ്റ് പോലും ഞാൻ നിന്നില്ല. സത്യം പറ്റല. കാരണം ഇവർക്കൊക്കെ മറ്റേ ചെറിയ ഐസാ, ഇത് മറ്റേ വലിയ സാധനം കൊണ്ടുപോകുമ്പോഴേക്കും ഭയങ്കര ഇതായി പോയി. അഥവാ പറ്റുമോ ഈ എല്ലാ പ്രതിസന്ധികളും പ്രതികരണങ്ങളും എല്ലാം മാറ്റിയെടുക്കണം. ഐസ് കൊണ്ട് വരണ്ട. റെഡി ആക്കിയോ? റെഡി എല്ലാം ഇട്ടോളം പറഞ്ഞിട്ട് അപ്പൊ ഇടാൻ പോവാണ്. 3, 2, 1 സ്റ്റാർട്ട്. പോയി പാട്ട് ആരാധ്യമാവത് നല്ല സുഖാട്ടോ. 1 മിനിറ്റ് 51. അവര് ഫൈനലിലേക്ക് സെലക്ട് ആയിരിക്കുന്നത്. കണ്ണട പറ്റിട്ട് പറയാ എങ്ങനെ പക്ഷേ അത് നാളത്തേക്കുള്ള വിജയത്തിന്റെ പരിപാടിയാണ്. ഫൈനൽ ചാലഞ്ച് എന്താന്ന് ഞാൻ പറഞ്ഞുതരാം. ഫൈനൽ ചാലഞ്ച് എന്ന് പറഞ്ഞാ പ്ലാങ്ക് ആണ്. അറിയോ എന്താന്ന്? പ്ലാങ്ക് എന്താന്ന് അറിയാ? അങ്ങനെയൊന്നും ഇല്ലാന്നോ? അവിടെ പ്ലാങ്ക് എന്താന്ന് അടിച്ചു കൊടുത്തേ. ഇങ്ങനെ കേറുക, ഇങ്ങനെ കിടക്കും. ഇതിനകത്ത് ഏറ്റവും കുറവ് നേരം കാണിക്കുന്ന ആള് പോകും, മറ്റേ ആള് വിന്നർ. മനസ്സിലായോ? അപ്പൊ തോക്കാൻ പോകുന്നത് മനസ്സിലായി. സമ്മാനൊക്കെ പിന്നെ പറഞ്ഞുതരാം. നമുക്ക് ഫൈനൽ ചർച്ചയിലേക്ക് കിടക്കാം. ഇരിക്കാൻ പറ്റുമോ? അതാ നീ പാസ്സാ, ഞാൻ ഇരിക്കാം. ഞങ്ങൾ ഫൈനലിൽ കയറാം. ആലോചിക്കോ? അതായത് ഞങ്ങൾ ഫൈനലില് പാസ് ഉറപ്പല്ലേ? അപ്പൊ ഫൈനലിസ്റ്റുകളിൽ ഒരാളായിട്ട് ഞാൻ എന്റെ കുഞ്ഞുമോൾക്ക് ഐസൊക്കെ പിടിച്ചിട്ട് പറ്റില്ലാന്ന് പറഞ്ഞു. അതുകൊണ്ട് ഫൈനലിസ്റ്റുകളിൽ ഇപ്പൊ ഞാനും ഇങ്ങൊന്നേ ഞങ്ങൾ രണ്ടുപേരാണ് ഇനി ഫൈനലിൽ ഏറ്റുവിട്ടാൻ പോകുന്നത്. പ്ലാങ്ക് ചലഞ്ച് ചെയ്യാൻ പോകുന്നത്. റെഡി അല്ലേ? റെഡി, തുടങ്ങാം. ഹലോ, നമ്മുടെ ഫൈനൽ എത്തി. നമ്മുടെ ഈ പരിപാടിക്ക് വേണ്ടി നമ്മളെല്ലാവരും ആകാംക്ഷപൂർവ്വം കാത്തിരിക്കുകയാണ്. ഇതാ നമ്മുടെ ചലഞ്ചിലെ ഏറ്റവും വലിയ പരിപാടി, സമ്മാനം കിട്ടാൻ വേണ്ടി ആഗ്രഹിച്ചിരിക്കുന്ന പരിപാടിയിലേക്ക്, ചലഞ്ചിലേക്ക് എത്തുകയാണ്. ഇപ്പൊ 2 കണ്ടസ്റ്റൻസ് ആണ് ഉള്ളത്. അവർ 2 പേര് നമ്മുടെ അടുത്ത് റെഡിയാണ്. നമ്മുടെ പരിപാടി തുടങ്ങുകയാണ്. അടിപൊളിയായിട്ട് തുടങ്ങുകയാണ്. ഓക്കെ, നമുക്ക് വാച്ച് ചെയ്യാം. ഇവിടെ തുടങ്ങുകയാണ് നമ്മളുടെ പ്രഹസനം. അപ്പൊ നമ്മുടെ വാശിയേറിയ ഫൈനലിൽ ഏറ്റുമുട്ടാൻ പോകുന്നത് ഉണ്ണീസ് 2 അതുപോലെ നാദി എഫക്സും ആണ്. അപ്പൊ നമുക്ക് തുടങ്ങാം. കമോൺ.
പറ്റില്ല, കാരണം നടു ഇതായിട്ട് ഭയങ്കര ഇതാണ്. അതുകൊണ്ടാണ് ഞാൻ ഇതായത്. അപ്പൊ ജയിച്ചു. ആ DFX ആണ് ജയിച്ചാണ്. വളരെ സങ്കടത്തോടു കൂടിയാണ് പറയണേ. ഒരാളാണ് പറ്റില്ല, അവിടെ തന്നെ നിൽക്കുന്നത്. പക്ഷെ അതിനെ ഈ ചലഞ്ച് ഏറ്റെടുക്കുമ്പോൾ നമ്മൾ ചലഞ്ചിലേക്ക് മാത്രം ശ്രദ്ധിക്കുക. ആദി എഫക്ട്സ് ആണ് ജയിച്ചിരിക്കുന്നത്. വളരെ കൺഗ്രാജുലേഷൻ. ഇനിയിപ്പോ ഇതിന്റെ മത്സരത്തിനുള്ള സമ്മാനം എന്താണെന്നുള്ളത് ഇപ്പൊ നമുക്ക് സർപ്രൈസ് ആയിരുന്നു. അത് ഇപ്പോ ഉണ്ണീസ് ട്യൂബ് വെളിപ്പെടുത്തുകയാണ്. സമ്മാനം എന്താ മറ്റേ കൊടുക്കണേ? എന്താണ് അതിന്റെ സമ്മാനം? അതിന്റെ സമ്മാനം കൊടുക്കണ ഫസ്റ്റ് വിജയിക്ക് കിട്ടണ സ്പോൺസർ ചെയ്തിരിക്കുന്ന സ്പോൺസർ. അപ്പൊ നമ്മൾ സമ്മാനം സ്പോൺസർ ചെയ്തിരിക്കുന്നത് കൊച്ചമാനാണ്. സമ്മാനം സ്പോൺസർ ചെയ്യുന്നത്. അതിന്റെ സമ്മാനം എന്താണെന്ന് അറിയാം, അൽഫാമും മന്ദിരേസും ആണ്. ഫസ്റ്റ് പ്രൈസിന് കിട്ടിയ ഫസ്റ്റ് അടിച്ച ആള്. സന്തോഷമായില്ലേ? അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ ഒരു ചലഞ്ച് ആയിട്ട് ഉണ്ണിഷൂബ് ഇനിയും വരും. സോ ഉണ്ണിഷൂബ് സൈനിങ് ഔട്ട്. ബൈ ഗൈസ്.